ഹല്ലേലൂയ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മിശിഹ. ശബ്ദമുയർത്തി പാടാമോ? അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മിശിഹ. പരമദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. നമ്മളിപ്പോൾ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്ന വിഷയം പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്തത് ഒന്നായി പോലും മനസ്സിൽ തോന്നിയാലും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒരുപാട് സങ്കടങ്ങളുമായിട്ടാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. കണ്ണുനീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്നൊരു ദൈവമുണ്ട്. അവിടുന്ന് നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരുമെങ്കിൽ എത്ര കൂരിരുട്ടാണേലും അത് മാറി ഒരു പ്രഭാതം ഉദിക്കുമെങ്കിൽ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും ദൈവം മാറ്റും. അനുഗ്രഹമുള്ളൊരു പ്രഭാതം ഉദിച്ചു വരുന്ന പോലൊരു നല്ല കാലം കുഞ്ഞെ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ലല്ലോ. ഏതൊക്കെയോ ആ കഴുതയെ പോലെയാ നമ്മൾ പലരും നമ്മളെ നോക്കി പറഞ്ഞത്, എവിടെ എത്തില്ല, നീ രക്ഷപ്പെടത്തില്ല, നീ വീട് വെക്കത്തില്ല, നിന്റെ നാള് ശരിയല്ല, നിന്റെ കളറ് ശരിയല്ല, നിന്റെ സ്വഭാവം ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓർക്കും ഇനി നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ആർക്കും വേണ്ടാതായി മാറി എന്നൊക്കെ ചിന്തിച്ചാലും ഓർത്തുകൊള്ളുക, ആ കഴുതേനെ പോലും അവിടെ നിന്ന് അഴിച്ച് രാജാക്കന്മാരെ പോലെ നടത്തിച്ചൊരു ദൈവമുണ്ട്. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കപ്പെടാനിടവരും. നിന്ന് എന്നെ പരിഹസിച്ചവർ പോലും എൻ്റെ കരങ്ങളിൽ പിടിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ, മറക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേരം ഓർത്തു, പ്രാർത്ഥനയെ പരിഹസിച്ചവർ പോലും കളിയാക്കിയിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. നിനക്കൊരു നല്ല കാലം വരും കുഞ്ഞെ, ദൈവനാമത്തിൽ നിന്നോട് പറയുവാണ്. നിനക്കൊരു നല്ല കാലം വരും. ഈ പാട്ടിന്റെ വരികളൊന്ന് ശ്രദ്ധിക്കുവാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, നെഞ്ചോടു ചേർക്കും യേശുവുണ്ട്. എന്നെ നെഞ്ചോടു ചേർക്കും യേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. പറഞ്ഞു പാടി. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാ
നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. സത്യമാണ്. നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. വിശ്വസിച്ച് പറ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. ആമേൻ. വിശ്വസിച്ച് പറഞ്ഞേ ആമേൻ. ഈ 3 ദിവസത്തെ കൺവെൻഷന്റെ സമാപനമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും പ്രസംഗിച്ച വൈദികരുണ്ട്, ബലിയർപ്പിച്ച അഭിവന്റെ പിതാക്കന്മാരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്, ശുശ്രൂഷകരുണ്ട്. പ്രിയപ്പെട്ട വൈദികരോടും സിസ്റ്റേഴ്സിനോടും എല്ലാവരോടും ചേർന്ന് എളിമയോടെ നിന്നൊരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തെ മനസ്സിലൊന്ന് കൊണ്ടുവരിക. പ്രിയപ്പെട്ട പ്രശാന്ത് അച്ഛൻ്റെ ആ ഒരു അനുഗ്രഹത്തിൽ നിൽക്കുകയാണ്. എത്രയോ വർഷങ്ങളായി ശുശ്രൂഷയിൽ നിന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹമുള്ളൊരു വൈദികനാണ്. ജോഷി അച്ഛനെ പ്രത്യേകം ഓർക്കുന്നു. ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്ന ദൈവാത്മാവുള്ളൊരു വൈദികനാണ്. ഞങ്ങൾ ആ വൈദികരോട് ചേർന്ന് നിൽക്കുകയാണ്. എല്ലാ ശുശ്രൂഷകരെ 400-ലധികം ശുശ്രൂഷകരുണ്ടെന്ന് അച്ഛൻ പറയുകയുണ്ടായി. എല്ലാവരെയും ചേർത്ത് നിൽക്കുകയാണ്. കർത്താവ് ഇവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സിനോടും എല്ലാം നിന്നുകൊണ്ട് ഈ ജനത്തിനു വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരണം. ഇന്ന് അതായത് കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ എന്ന പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മേലെ വഹിക്കുന്ന പോലെ എണ്ണി എണ്ണി സ്തുതിക്കാൻ ദൈവം ഭാഗ്യം തരൂ എന്താ പറഞ്ഞ, എണ്ണി എണ്ണി സ്തുതിക്കാൻ. അങ്ങനെയെങ്കിൽ കണ്ണുകളെ അടച്ച്, പഴയ നിയമത്തിലെ ജോസഫിന് എണ്ണാൻ കഴിയുന്ന കുറെ സഹനം ഉണ്ടായിരുന്നു. എന്നെ പൊട്ടക്കിണറ്റിലിട്ടു, അടിമക്കാർക്ക് വിറ്റു, വസ്ത്രം കീറി, എന്നെ ജയിലിൽ അടച്ചു, കള്ളക്കേസുണ്ടാക്കി, 5 വിരളെ തീരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹം കയറി വന്നപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവന്റെ സമ്പത്ത് അവൻ അളക്കാൻ കഴിയാത്ത വന്നതുകൊണ്ട് അളവ് നിർത്തിയെന്ന്. അതായത് ദൈവം നിനക്ക് ചില അനുഗ്രഹങ്ങൾ തരുമ്പോൾ അത് അളവിൽ കൂടുതലായിരിക്കും. ഇന്ന് ചിലപ്പോൾ എണ്ണി നോക്കുമ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, മക്കളിൽ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, നാളെയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്, ആകുലതയുണ്ട്. സാരമില്ല, എണ്ണി എണ്ണി സ്തുതിക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. എണ്ണി എണ്ണി പറയാൻ നിനക്ക് അനുഗ്രഹങ്ങളെ ദൈവം തരും. ഒരു നിമിഷം ആ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കുടുംബത്തെ, വീടിനെ ഒന്ന് മനസ്സിൽ കണ്ടേ, അവിടെ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിൽ കണ്ടേ, അവർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയമായി. യുവതി യുവാക്കളുണ്ട്, ആരെങ്കിലും പാസ്പോർട്ടായിട്ടോ ഏതെങ്കിലും രാജ്യത്ത് പോകണം, പിന്നെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഒരു നിമിഷം നിങ്ങൾ എണ്ണി എണ്ണി സ്തുതിക്കാൻ ദൈവം ഭാഗ്യം തരും. ഇന്ന് വീടില്ല, ഇന്ന് കടബാധ്യതയാണ്, രോഗമാണ്, ചില മാരക രോഗങ്ങളുണ്ട്. അവിടെ എല്ലാ സൗഖ്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സൗഖ്യം ഉണ്ടാകട്ടെ. വഴിതെറ്റിപ്പോയ മക്കളുണ്ടോ? മദ്യത്തിനോ മയക്കുമരുന്നോ ലഹരിക്കോ അടിമപ്പെട്ട് വഴിതെറ്റിപ്പോയ മക്കൾ, അവർ തിരിച്ചു വരാൻ ഇടവരട്ടെ. അവരിൽ ഒരു അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഒരാൾ പോലും നശിച്ചു പോകാൻ പാടില്ല. 2 കരങ്ങളെ ഉയർത്തി സകല നിയോഗങ്ങളെ ഓർത്തുകൊണ്ട് കുടുംബം അനുഗ്രഹിക്കപ്പെടണം, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം, ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം, വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടണം, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടണം, അടുത്ത വർഷം അനുഗ്രഹമാകണം, ഈ ആലയം അനുഗ്രഹിക്കപ്പെടണം, വൈദികർ അനുഗ്രഹിക്കപ്പെടണം, സിസ്റ്റേഴ്സ് അനുഗ്രഹിക്കപ്പെടണം, ശുശ്രൂഷകർ അനുഗ്രഹിക്കപ്പെടണം, ഈ ജനം അനുഗ്രഹിക്കപ്പെടണം, ഈ ജനം അനുഗ്രഹിക്കപ്പെടണം, സത്യ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി.
കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിലെ വഹിക്കും പോലെ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്മേലെ വഹിക്കും പോലെ എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ നിത്യദയയാ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിനെ വഹിക്കും പോലെ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിനെ വഹിക്കും പോലെ എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ നിത്യദയയാ എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് സ്തുതിക്കുന്നു കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും. അതാ കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ അടിയിൽ, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിന്റെ മുകളിൽ വഹിക്കുന്ന പോലെ, കരുതുന്ന പോലെ എന്നെയും സൂക്ഷിക്കണേ എന്ന് പറയുകയാണ്. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ
ചിറകിൻ മീതെ വഹിക്കും പോലെ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ 3 ദിവസവും കിട്ടിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ അത് നിങ്ങളിൽ ഒരു ഭാഗ്യമായി തീരട്ടെ. നിങ്ങൾ കുറച്ചു നാൾ കഴിഞ്ഞ് പറയാനിട വരട്ടെ, ഈ IMSൽ ധ്യാന കൂടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ എൻ്റെ വിടുതലിന് കാരണമായത്. ആ ഒരു സാന്നിധ്യമാ എൻ്റെ ഭവനത്തിൽ ഈ അനുഗ്രഹത്തെ എത്തിച്ചത്. അത് പറയാൻ ഇടയാകത്തക്ക വിധം. ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ്. നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അനുഗ്രഹം കിട്ടട്ടെ. ചിലപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്നാണെന്നറിയാമോ? ചിലപ്പോൾ അന്നായിരിക്കും നമ്മുടെ വീട്ടിൽ വഴക്ക്, ബഹളം, ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല, എടുത്തെറിയുന്നു, സമാധാനമില്ല, 4 പേര് 4 മുറി കൂടെ എന്തു നല്ല കാര്യം വരുമ്പോഴും എൻ്റെ വീട്ടിൽ വഴക്കാണല്ലോ, എൻ്റെ വീട്ടിൽ ഒരു സമാധാനം ഇല്ലല്ലോ, എന്താ എൻ്റെ വീടിങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. കാരി, ഇറച്ചി, മീനൊക്കെ മേടിച്ചു വെച്ച് ആഘോഷിക്കും, പക്ഷെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കത്തില്ല. ഒരാൾ കള്ളു കുടിച്ചിട്ട് പോന്നു, ഒരാൾ അങ്ങനെ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ പറഞ്ഞു. ഈ നല്ലൊരു ക്രിസ്മസ് സന്തോഷത്തോടെ കൂട്ടായ്മയോടെ ആഘോഷിക്കാനിട വരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ കണ്ണുനീരിൻ്റെ ദിവസം ആയിരിക്കരുത്, സന്തോഷത്തിൻ്റെ. യുവതി യുവാക്കൾ കുഞ്ഞുങ്ങളുണ്ട്, പ്രാർത്ഥിക്കാൻ. എനിക്ക് നിങ്ങളോട് ദൈവത്തിൻ്റെ ഒരു വാക്കുണ്ട്, രക്ഷപ്പെട്ടോണം. ദൈവനാമത്തിൽ നല്ല നിലയിലെത്തിക്കോണം. നിങ്ങളിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഒരാൾ പോലും വഴിതെറ്റിപ്പോവല്ല. പഠിച്ച് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹത്തിൽ രക്ഷപ്പെട്ടോണം, രക്ഷപ്പെടണം. അതിനുവേണ്ടിയാ ചങ്കുതല്ലി കരയുന്നത് ഇവിടെ പല അമ്മമാരും. അലറി വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടിയാ. രക്ഷപ്പെട്ട് കാണാനുള്ള കൊതി കൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കാണാനുള്ള കൊതി കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പഠിക്കാൻ കഴിവുള്ളവർ പഠിച്ച് രക്ഷപ്പെടണം. ഉഴപ്പിപ്പോവല്ല്. തെറ്റായ ബന്ധങ്ങളിൽ പോയി ഉള്ള ഭാഗ്യം കളയല്ല്. നല്ല നിലയിലെത്തണം. അമ്മമാരെ, അപ്പച്ചന്മാരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആണ്ടിലൊരിക്കലല്ല, എല്ലാ ദിവസവും പറഞ്ഞു പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കപ്പെടണം. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഞാൻ അങ്ങനെ പറയും, ദൈവം അനുഗ്രഹിച്ച് വളരട്ടെ. ദൈവനാമത്തിൽ അനുഗ്രഹിച്ചത് അനുഗ്രഹമായിട്ട് കയറി വരും. കണ്ണുകളൊന്ന് അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഈ IMS ധ്യാന കേന്ദ്രത്തിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ വീട് പോലെ വന്ന് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഒരു സ്ഥലമുള്ളതൊരു അനുഗ്രഹമല്ലേ? എന്തു സങ്കടം ഉണ്ടെങ്കിലും ഇവിടെ വന്നൊന്നോ കണ്ടു കേട്ടു പ്രാർത്ഥിച്ചു പോകും, എന്തോ ഒരു ആശ്വാസമാണ്. അത് ദൈവം തിരഞ്ഞെടുത്തൊരു സ്ഥലമായതുകൊണ്ടല്ലേ. എനിക്ക് ഏത് പ്രശ്നം വന്നാലും ഇങ്ങോട്ട് ഓടി വരാമല്ലോ, ഇങ്ങനൊരു സ്ഥലം ഉണ്ടല്ലോ. നമുക്കങ്ങനെ ഒരു സ്ഥലം, ദൈവം ഒരുക്കിയ സ്ഥലവും ദൈവം ഒരുക്കിയ വൈദികരും ശുശ്രൂഷകരുമായത്. ഈ IMS ധ്യാന കേന്ദ്രത്തിലൂടെ ആ ഒരു പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളർന്നു വന്ന ഒരാളാണ് ഈ പാട്ടുപാടുന്ന ജോണും ഈ വർഗീസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ആലയത്തിലെ ചൈതന്യം അവരെ ഒരു പരിധി വരെ വളർത്തിയത്, ശുശ്രൂഷയിൽ അനുഗ്രഹം, അതൊരനുഗ്രഹമായി മാറിയത്. എവിടെയെല്ലാം ഇവിടെ നിന്ന് വളർന്നവർ എവിടെയെല്ലാം അനുഗ്രഹമായിട്ടുണ്ട്. പറയാനാണ് എല്ലാവർക്കും കാണും ഓരോ സാക്ഷ്യങ്ങളൊക്കെ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ പല വീടുകളിൽ ജനിച്ചു വളർന്നവരാണ്. നമുക്ക് നമ്മുടേതായ കുറെ കുറവുകളുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒന്നാണ്. ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. പല വീട്, പല സ്വഭാവം, പല പെരുമാറ്റം, പല കുറവുകൾ, പല ബലഹീനതകളൊക്കെയുള്ള വെറും പച്ച മനുഷ്യന്മാരാണ് നമ്മളെങ്കിലും നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്. മതിൽക്കെട്ടുകളില്ല. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ബലമാണ്. അതിലാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ നൽകുന്ന ഒരു ചെറു പുഞ്ചിരി പോലും മനസ്സിൽ തരുന്നൊരു ബലം വലുതാണ്. ഞങ്ങൾക്കതുപോലെ തിരിച്ചു തരാൻ കഴിയില്ലെങ്കിലും ഞങ്ങളതെല്ലാം സ്വീകരിക്കുന്നുണ്ട്. ഒരാളെന്നോട് പറഞ്ഞു, എൻ്റെ വേദനകൾ തുറന്നു പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോകില്ലായിരുന്നു.
വേറൊരാൾ പറഞ്ഞു, എൻ്റെ വേദനകൾ കേൾക്കാൻ ഒരാളുള്ളത് കൊണ്ടാ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കേട്ടോ. നിങ്ങളുടെ വേദനകൾ പറയാൻ ദൈവം ഒരുക്കിയ സ്ഥലമാണിത്. നിങ്ങൾ എത്രയോ പേര് ജീവിതത്തിലേക്ക് വന്ന സ്ഥലം, എത്രയോ പേർ വിടുവിക്കപ്പെട്ട സ്ഥലം, ആ സ്ഥലമാണിത്. പൗലോസും സീലാസും കീർത്തനം പാടി സ്തുതിച്ചപ്പോൾ പിന്നെയും ചെങ്ങല കയ്യിൽ തന്നെ അല്ലായിരുന്നു. അവർ കീർത്തനം പാടി സ്തുതിച്ചപ്പോൾ ചെങ്ങല പൊട്ടി താഴെ വീണു എന്നാ എഴുതിയിരിക്കുന്നു. കീർത്തനം പാടി സ്തുതിക്കുക. അവിടെ വലിയ ബന്ധന പ്രാർത്ഥന ഒന്നും നടന്നൊന്നുമില്ല. കീർത്തനം പാടി സ്തുതിച്ചതേ ഉള്ളൂ. ചെങ്ങല അതേ അവസ്ഥയിൽ ആ കയ്യിലില്ലായിരുന്നു. കണ്ടു നിന്നവർ പോലും കണ്ടു അവർ രക്ഷപ്പെടുന്നത്. കേട്ടിരുന്നവർ പോലും അനുഭവിച്ചു അവർ വിടുവിക്കപ്പെടുന്നത്. നാളെ നിങ്ങളെ നോക്കുന്ന പലരും കാണാനും അറിയാനും ഇടവരണം. നിങ്ങൾ രക്ഷപ്പെടുന്നത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. വിമർശിച്ചവർ പോലും പറയണം പ്രാർത്ഥന കൊണ്ടാ, ദൈവാനുഗ്രഹം കൊണ്ടാ വീട് രക്ഷപ്പെട്ടെ. ആ അമ്മയുടെ പ്രാർത്ഥനയാ, ആ അപ്പച്ചന്റെ പ്രാർത്ഥനയാ, ആ മകന്റെ പ്രാർത്ഥനയാ, മകളുടെ പ്രാർത്ഥനയാ രക്ഷപ്പെടാൻ കാരണമെന്ന് ശത്രുക്കൾ പോലും പറയാനിട വരണം. തമിഴിലൊരു പാട്ടുണ്ട്, ഞാനും എൻ വീടും എൻ വീട്ടാറനൈവരും ഒയാമൽ നന്ദി ചൊല്ലുവോ. ഞാനും എൻ്റെ വീട്ടിലുള്ളവരും നന്ദി പറയാൻ ഒരു സമയത്ത് ഇവിടെ വരും. കണ്ണുകളടച്ച് നന്ദി പറയാൻ ഇവിടെ വരും. എനിക്കൊരു സാക്ഷ്യം പറയണം. അവിടെ എനിക്ക് IMS ഒരു സാക്ഷ്യം പറയണം. ഈ അൾത്താറിൽ എൻ്റെ ശബ്ദം മൈക്കെടുത്ത് എനിക്കൊന്ന് പറയണം. എൻ്റെ കുടുംബത്തിൻ്റെ വിടുതൽ എനിക്ക് പറയണം. എൻ്റെ മക്കളുടെ അനുഗ്രഹം എനിക്ക് പറയണം. അതിനുവേണ്ടി ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. என் வீட்டாரைவரும் ஓயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டாரைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கருவோலே காத்தீரே நன்றி, என்னை செய்தையா சுமந்தீரே நன்றி. ஒரு கருவோலே காத்தீரே நன்றி, என்னை செய்தையா സുമന്ദീരേ നന്ദി. ഒരു നിമിഷം ഇത്രയും മതി. ഒന്ന് കേട്ടെ, എന്നാ പാടിയെന്നറിയാമോ? ഞാനും എൻ വീടും എൻ വീട്ടാറനൈവരും ഒയാമൽ നന്ദി ചൊല്ലുവോ. ഞാനും എൻ്റെ വീട്ടിലുള്ളവരും ഒരുമിച്ച് വരും ഒരു സമയത്ത് ദൈവത്തോട് നന്ദി പറയാൻ. ഒരു കറു പോലെ കാത്തീരെ നന്ദി. എന്താ കറു എന്നറിയാമോ? ഗർഭിണിയായ ഒരു സ്ത്രീ തൻ്റെ ഉദരത്തിലെ കുഞ്ഞിനെ പരിപാലിച്ച പോലെ എന്നെ പരിപാലിച്ച ദൈവമേ നിനക്ക് നന്ദി. ഒരു കറു പോലെ കാത്തീരെ നന്ദി, എന്നെ സിതയാമൽ സുമന്തീരെ നന്ദി. ഞാൻ തകർന്നു പോകാതെ എന്നെ മാറിൽ ചുമന്ന ദൈവമേ നിനക്ക് നന്ദി. അത്രയൊന്നും കൂടെ പാടുവാണ്. நானும் என் வீடும் என் வீட்டாரைவரும் ஓயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டாரைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கரு போலே காத்தீரே நன்றி, என்னை செய்தையா சுமந்தீரே நன்றி. ஒரு கரு போலே காத்தீரே நன்றி, என்னை செய்தையா സുമന്ദീരേ നന്ദി. തുടർന്ന് നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നമുക്കൊരു നിമിഷം ഏറെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് വയ്ക്കാം. ഈ IMS ധ്യാന ഭവനെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ഈ സഭയെ പ്രത്യേകം ഓർക്കുന്നു. ഇവിടെയുള്ള എല്ലാ വൈദികരെയും, പ്രശാന്തച്ഛനെയും ജോഷിയച്ഛനെയും എന്നിങ്ങനെ എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ
സാധ്യമായിടത്തോളം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആ നല്ല ആശീർവാദം, ഇന്നെനിക്കൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം, സൗഖ്യം യാഥാർത്ഥ്യമാകണം, വിടുതൽ യാഥാർത്ഥ്യമാകണം, പുതിയ വർഷം എനിക്ക് എണ്ണി എണ്ണി പറയാൻ ചില നന്മകൾ ഉണ്ടാകണം ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളെ ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. நானும் என் வீடும் என் வீட்டாரைவரும் ஓயாமல் நன்றி சொல்வோம். പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം നമുക്കിരിക്കാം. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രിയപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ശുശ്രൂഷകർക്കെല്ലാം നന്ദി പറയുന്നു. ജോണിനും ചേട്ടനും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചങ്ങനാശ്ശേരി ആചാര്യനും പ്രത്യേകം നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും ദയവായിട്ട് പുറത്തേക്ക് പോകരുത്. എല്ലാവരും ഇരിക്കുക. എല്ലാവർക്കും ചായയും കേക്കും കിട്ടുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്.